ഫോട്ടോഗ്രാമെട്രി. അതാണ് ഇന്നത്തെ ചിന്താവിഷയം. ചുമ്മാതിരുന്നപ്പോൾ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന എൻ്റെ ഷൂ ഒരു 3D മോഡലാക്കിയാലോ എന്നൊരു തോന്നൽ. അപ്പോഴാണ് ഈ ഫോട്ടോഗ്രാമെട്രി എൻ്റെ തലയിൽ കയറി വന്നത്. അപ്പോൾ തുടങ്ങിയാലോ? ബട്ട് അതിനു മുമ്പ് എന്ത് തേങ്ങയാണ് ഈ ഫോട്ടോഗ്രാമെട്രി എന്നറിയണ്ടേ? അപ്പോൾ അതിൻ്റെ ചരിത്രം ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോഴാണ് 1850 തൊട്ട് ഈ ഐഡിയ നിലവിലുണ്ട്. ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് എയ്മി ലോസഡർ എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആൽബർട്ട് മെയ്ഡൻബേർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ട് അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഉപയോഗിക്കുകയും ഫോട്ടോഗ്രാമെട്രി എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. സംഭവം ഇത്രയേ ഉള്ളൂ. പല ആംഗിളുകളിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിൻ്റെ കുറേ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു 3D ഡാറ്റ കിട്ടുമെന്നുള്ള കാര്യം. എന്നാൽ 1990-കൾക്ക് ശേഷമാണ് സിനിമകളിൽ ഈ ടെക്നോളജി ഉപയോഗിക്കാൻ തുടങ്ങിയത്. മാട്രിക്സ് എന്ന് പറയുന്ന സിനിമയും പിന്നെ ഈ ഒരു സിനിമയും ആദ്യമായി ഫോട്ടോഗ്രാമെട്രി യൂസ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ ഇരുന്ന് ഞാൻ പോലും ഉപയോഗിക്കുന്നു. അത്രയും ഇത് വളർന്നു കഴിഞ്ഞു. സോറി, ഞാൻ കാട് കയറി അങ്ങോട്ടോ പോയി. വരൂ, നമുക്ക് വിഷയത്തിലേക്ക് പോവാം. ആക്ച്വലി ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ആംഗിളിൽ നിന്നും നമ്മുടെ സബ്ജക്റ്റിൻ്റെ കുറേ ഫോട്ടോസ് എടുക്കണം. എന്നിട്ട് റിയാലിറ്റി ക്യാപ്ചർ, മെഷ്റൂം, പോളിക്യാം, അങ്ങനെ വേണ്ട കുറേ അധികം സോഫ്റ്റ്വെയറുകളുണ്ട്. ഇതിൽ ഈ ഇമേജ് എല്ലാം കൂടി കൊണ്ടുപോയി ഇമ്പോർട്ട് ചെയ്ത് അതിനെ നമുക്ക് 3D മോഡലാക്കി ജനറേറ്റ് ചെയ്യാം, ഇൻക്ലൂഡിങ് ടെക്സ്ചർ. വെറുതെ കുറേ ഫോട്ടോസ് എടുത്താൽ പോരാ, അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തത് ലൈറ്റിംഗ്. മോശം ലൈറ്റിംഗ് ആണെങ്കിൽ മോശം റിസൾട്ട് ആയിരിക്കും. ഭയങ്കര വെയിലുള്ള ദിവസം വെയിലത്ത് കൊണ്ടുവച്ച് നിങ്ങൾ ഇമേജൊക്കെ എടുത്ത് 3D മോഡലാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റ് ലൈറ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് ആ മോഡൽ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഒരു ഓവർകാസ്റ്റഡ് വെതർ, അതായത് ലൈറ്റ് ഈവനായിട്ട് സ്പ്രെഡ് ആവുന്ന തരത്തിലുള്ള അന്തരീക്ഷം, വൈകുന്നേരം ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ ലൈറ്റിംഗ് സെറ്റപ്പ്, എല്ലാ ആംഗിളിൽ നിന്നും ഈക്വലായിട്ട് ലൈറ്റ് എമിറ്റിംഗ് സെറ്റ്. അടുത്തത് ഫോക്കസ് ആൻഡ് എക്സ്പോഷർ. പേര് പോലെ തന്നെ ബ്ലേർഡ് ഇമേജ് ആണെങ്കിൽ 3D മോഡലാക്കാൻ ആവശ്യത്തിന് ഇൻഫർമേഷൻ കിട്ടാതെ വരും. അതുകൊണ്ട് ഫോക്കസ് ചെയ്ത് വേണം ഇമേജ് എടുക്കാൻ. പിന്നെയുള്ളത് എക്സ്പോഷർ. എക്സ്പോഷർ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇമേജ് ഭയങ്കരമായി വെളുത്തിരിക്കും. എക്സ്പോഷർ കുറഞ്ഞാൽ മൊത്തം ഇരുണ്ടിരിക്കും. അതുകൊണ്ട് ലൈറ്റിങ്ങിന് വേണ്ട വിധത്തിൽ ഒരു ഈവൻ എക്സ്പോഷർ നിലനിർത്തുക. അടുത്തത് ബാക്ക്ഗ്രൗണ്ട്. കണ്ട ചപ്പും ചവറും ഒക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മുടെ സബ്ജക്റ്റ് ഫോട്ടോ എടുക്കരുത്. കാരണം ഈ സോഫ്റ്റ്വെയറുകൾക്ക് എന്താണ് സ്കാൻ ചെയ്യേണ്ടത് മനസ്സിലാകാതെ വരും. അങ്ങനെ ഒരു വേഗ റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റാക്കി വയ്ക്കുക, കഴിവതും മിനിമലാക്കി വയ്ക്കുക. അപ്പോൾ വിചാരിക്കും ഞാനിതെല്ലാം പാലിച്ചിട്ടാണ് ഈ 3D മോഡൽ ഉണ്ടാക്കാൻ പോയതെന്ന്. ഈ പറഞ്ഞ നിയമങ്ങളൊന്നും പാലിക്കാതെ ഞാൻ കുറേ തോന്നിയ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിയമങ്ങളൊന്നും പാലിക്കാത്ത കുറേ ഇമേജസ് ഞാൻ റിയാലിറ്റി ക്യാപ്ചർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഈ രണ്ടാമത്തെ വർക്ക് സ്പേസ് സെലക്ട് ചെയ്തു. ആദ്യമായി ഞാൻ ക്യാപ്ചർ ചെയ്ത ഇമേജസ് എല്ലാം കൊണ്ടുവന്ന് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഞാൻ മൊത്തം 74 ഇമേജസ് എടുത്തു. വളരെ കുറവാണ്, എന്നാലും റിസൾട്ട് എന്താകുമെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അലൈൻ ഇമേജസ് ക്ലിക്ക് ചെയ്യുക. ഒരു സക്സസ്ഫുൾ റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒരൊറ്റ കമ്പോണൻറ്റ് മാത്രമേ കാണൂ. പക്ഷേ ഇവിടെ 3 കമ്പോണൻസ് ഉണ്ട്. ഗുഡ് ന്യൂസ് ഈസ് കമ്പോണൻറ്റ് 1-ൽ നമ്മളെടുത്ത 74 ഇമേജസിൽ 61 ഇമേജസ് അലൈനായിട്ടുണ്ട്. ഈ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇതൊരു ഷൂ ആണെന്നുള്ള കാര്യം എനിക്കും നിങ്ങൾക്കും മാത്രമേ അറിയാവുള്ളൂ. റിയാലിറ്റി ക്യാപ്ചറിനെ അതറിയില്ല. അതിനെ സംബന്ധിച്ച് എന്തോ ഒരു 3D ഒബ്ജക്റ്റാണ്. അങ്ങനെ അലൈൻ പ്രോസസ്സിൽ അലൈൻ ആകാതെ വരുന്ന ഇമേജസ് എല്ലാം വേറെ ഏതോ ഒരു 3D ഒബ്ജക്റ്റ് ആണെന്നാണ് റിയാലിറ്റി ക്യാപ്ചർ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ ധാരണ മാറ്റി കൊടുക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് കൺട്രോൾ പോയിൻറ്റ്സ്. ഞാനിവിടെ കൊണ്ടുവന്ന എല്ലാ ഇമേജസും ഒരൊറ്റ ഇമേജസ് ആണെന്ന് റിയാലിറ്റി ക്യാപ്ചറിന് മനസ്സിലാക്കി കൊടുക്കണം. സോ അതിനായി ഞാൻ ഈ അലൈൻമെൻറ്റ് ടാബിൽ വന്ന് ആഡ് കൺട്രോൾ പോയിൻ്റ് എനേബിൾ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മളൊരു കമ്പോണൻറ്റ് സെലക്ട് ചെയ്തു. അതിന് ഏറ്റവും കൂടുതൽ ഇമേജ് ഉള്ളത് ഏത് കമ്പോണൻ്റ് ആണോ അത് ഞാൻ സെലക്ട് ചെയ്തു. ഈ പോയിന്റ് ക്ലൗഡിൽ മൗസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുറേ ലൈൻസ് കാണാം. ആ പർട്ടിക്കുലർ ആംഗിളിലേക്ക് ഫേസ് ചെയ്യുന്ന ഇമേജുകളാണ് അതൊക്കെ. ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. 2D വ്യൂ പോർട്ടിൽ സെലക്ട് ചെയ്ത പോയിന്റ് കാണാൻ കഴിയും. ഇത്ര ഇമേജസ് അതേ പോയിന്റ് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയും. ഓരോ ഇമേജും സൂക്ഷ്മമായി നിരീക്ഷിച്ച് സൈഡിലുള്ള പച്ച ബട്ടൺ പ്രസ് ചെയ്യണം. ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. ബേസിക്കലി ഞാൻ മടിയൻ. അതുപോലെ ഒരു 5-6 കൺട്രോൾ പോയിന്റ് ഞാൻ ആഡ് ചെയ്തു അറൗണ്ട് ദി ഒബ്ജക്റ്റ്. എന്നിട്ട് ഞാൻ വീണ്ടും അലൈൻ ഇമേജസ് ഒന്ന് പ്രസ് ചെയ്തു. പക്ഷേ ചീറ്റിപ്പോയി. ആക്ച്വലി നമ്മുടെ കൺട്രോൾ പോയിന്റ്സ് ആഡ് ചെയ്തത് 74 ഇമേജസിൽ 61 എന്നുള്ളതാണ്. ഒരു 69 ആയാൽ കൊള്ളാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ കുറച്ചുകൂടി കൺട്രോൾ പോയിന്റ് ആഡ് ചെയ്യാം.
പക്ഷേ വീണ്ടും ചെയ്തു. 61 നിന്നും അനങ്ങുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഫോട്ടോ എടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. മെഷ് മോഡൽ സെലക്ട് ചെയ്ത് അതിലെ നോർമൽ ഡീറ്റെയിൽസ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഒരു ഗൈഡ് ലൈനും ഫോളോ ചെയ്യാതെ എനിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയെങ്കിൽ, എല്ലാ റൂൾസും പാലിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഇമേജ് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇതിലും നല്ല 3D മോഡൽ കിട്ടിയേനെ എന്നുള്ളതിൽ എനിക്കൊരു അത്ഭുതവുമില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. ഇനി ഇതിൽ കുറച്ച് ക്ലീനപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ടെക്സ്ചർ ജനറേറ്റ് ചെയ്തു. അതിന് മെഷ് മോഡലിലെ ടെക്സ്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ടെക്സ്ചറും കൂടെ ജനറേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഷൂ തന്നെ പക്ക. ഇനി ലാസ്റ്റ് ടൂൾസ് ഓപ്ഷനിലെ സെറ്റ് റീകൺസ്ട്രക്ഷൻ റീജിയൻ ക്ലിക്ക് ചെയ്ത് ഷൂസുമായി അലൈൻ ചെയ്തു. എന്നിട്ട് ഈ ബോക്സ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ട്രയാങ്കിൾ ഇൻസൈഡ് ദി ബോക്സ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ബോക്സിനകത്തുള്ള ഷൂസിൻ്റെ പാർട്ട് സെലക്റ്റായി. പക്ഷേ എനിക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളത് താഴത്തെ പാർട്ടാണ്. സോ ഞാൻ ഇൻവേർട്ട് ചെയ്തിട്ട് ഫിൽട്ടർ സെലക്ഷൻ കൊടുത്തു. ബാക്കിയുള്ളത് ഡിലീറ്റായി. അപ്പോഴേക്കും മോഡൽ ഏതാണ്ട് സെറ്റായി. മോഡൽ 1, മോഡൽ 2, മോഡൽ 3 എന്ന് പറയുന്നത് ഓരോ അപ്ഡേഷന് ശേഷവും ഉണ്ടാകുന്ന പുതിയ മോഡലാണ്. എനിക്കിപ്പോൾ 3 മോഡലുണ്ടായി. ഈ മൂന്നാമത്തെ മോഡലിൽ 6 മില്യൺ ട്രയാങ്കിളാണ്. അതെനിക്ക് കുറയ്ക്കുന്നതിനായിട്ട് സിംപ്ലിഫൈ ടൂൾ ഉപയോഗിക്കുന്നു. അതിലെ ഫസ്റ്റത്തെ ഓപ്ഷൻ ആബ്സല്യൂട്ട് തന്നെ സെലക്ട് ചെയ്തിട്ട് ഒരു 2 ലക്ഷം പോളിഗൺ കൗണ്ട് മതി എനിക്ക്. ദെൻ സിംപ്ലിഫൈ. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ മൊത്തം കുളമായിട്ടുണ്ട്. പേടിക്കേണ്ട, അതിനും വഴിയുണ്ട്. നമുക്ക് റീപ്രൊജക്റ്റ് ചെയ്യാം. സെയിം സെറ്റിങ്സിൽ ടെക്സ്ചർ റീപ്രൊജക്ഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സോഴ്സ് മോഡലായിട്ട് മോഡൽ 3യും ഏറ്റവും നല്ല ടെക്സ്ചറുള്ള അതാണ്. റിസൾട്ട് മോഡലായിട്ട് മോഡൽ 4 അതാണ് നമുക്ക് വേണ്ടത്. ദെൻ പ്രൊസീഡ്. ഇപ്പോൾ എനിക്ക് കിട്ടിയ മോഡൽ 2 ലക്ഷം ട്രയാങ്കിൾ വിത്ത് ഏറ്റവും നല്ല ടെക്സ്ചർ. വെരി സിമ്പിൾ. ഇനി ഇതിനെ ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് മെഷ് മോഡലിലെ ടെൻസ് മെഷ് മോഡൽ എക്സ്പോർട്ട് കൊടുത്ത് FBX ഫോർമാറ്റിൽ ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നു. ശേഷം ആ മോഡലിനെ ബ്ലെൻഡറിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് നോക്കിയിട്ട് കുറച്ച് കലാപരിപാടികളൊക്കെ ആയതിനു ശേഷം ഞാൻ ഇങ്ങനെ ഒരു റിസൾട്ടിലേക്ക് കൊണ്ടെത്തിച്ചു. ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.